വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് പനമരത്ത് 22കാരനെ കാട്ടാന ആക്രമിച്ചു. നിർവാരം സ്വദേശി സത്യജ്യോതിയെയാണ് കാട്ടാന ആക്രമിച്ചത്. പരിക്കേറ്റ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. റെയിൽവേ ബോർഡിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഞ്ചാബിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി പോയതാണ്. 5:30 മണിക്കാണ് അഞ്ഞണിക്കുന്നു ഭാഗത്ത് വെച്ചാണ് സംഭവം. നോബൽ ചിലവരെ ഹോട്ടലിൻ്റെ ഗേറ്റ് കിടന്നിട്ടാണ് വന്നത്. ആന വന്ന് ഈ 22 വയസ്സുള്ള പയ്യനെ എടുത്തെറിയുകയായിരുന്നു. അതിൻ്റെ നട്ടലിലാണ് പരിക്ക് പറ്റിയെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ശരിക്കും പറഞ്ഞ ഒരു ബോർഡ് വെച്ചതല്ലാതെ ഇതുപോലെ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ രോഗികൾക്കോ മറ്റ് അത്യാസന്ന നിലയിൽ വരുന്ന രോഗികൾക്കോ ഒരു ഗുണവും ഈ മെഡിക്കൽ കോളേജിന് ഇല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കോഴിക്കോട് ഈ 100 കിലോമീറ്ററിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവർ റെഫർ ചെയ്തിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി എം കമൽ ചേരുന്നുണ്ട്. കമൽ, മുൻപും കാട്ടാന പരിഭ്രാന്തി പരത്തിയിട്ടുള്ള മേഖലയാണ്. എപ്പോഴാണ് ഈ യുവാവിന് നേരെ ആക്രമണമുണ്ടായത്? പരിക്ക് ഗുരുതരമാണോ? നിരന്തരമായി കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ഒരു പ്രദേശമാണ് ഈ പനമരത്തിനടുത്തുള്ള നീർവാരം, അമ്മാനി തുടങ്ങിയ സ്ഥലങ്ങൾ. ദിവസവും എന്ന പോലെ കാട്ടാനകൾ ഇറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും അവിടെ പതിവാണ്. ആ സ്ഥലത്ത് വെച്ചാണ് ഈ സത്യജ്യോതി എന്ന യുവാവിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. രാവിലെ 5:30യോടെയായിരുന്നു സംഭവം. ബസ് കയറാനായി ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്നതിനിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നട്ടലിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ നട്ടലിന്റെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ചെതലയം റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അനുഗമിക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി DFOയും അറിയിച്ചിട്ടുണ്ട്. ശരി, കാട്ടാന ആക്രമണത്തിൽ 22കാരനാണ് ഗുരുതര പരിക്കേറ്റത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എം കമലാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.